Hello everyone, welcome to our video class section. Today we are discussing the chapter reproductive health. Okay, reproductive health means a healthy reproductive system with normal functions. A healthy reproductive system with normal function. Okay, a person attained reproductive after his or her puberty. Okay, അപ്പോൾ ഒരു ബേബിയുടെ കേസിൽ ബേബി നമ്മൾ ഗ്രോൺ ചെയ്തു, അത് വലുതായി വന്ന് അല്ലേ ആ ചൈൽഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 11 ഇയേഴ്സ് ഓൺവേഴ്സ് എന്ത് ചെയ്തു, ആ ബേബിയുടെ ബോഡിയിൽ ചേഞ്ചസ് വരാൻ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ആ പീരീഡ് എന്ന് പറയുന്നത് എന്താണ്, പ്യൂബർട്ടൽ ചേഞ്ചസ് ആണ്. പ്രൈമറി സെക്സ് ഓർഗൻസിന് ചേഞ്ച് വന്നിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നത്, ആ സെക്കൻഡ് സെക്ഷൽ ഓർഗൻസിലെ മോഡിഫിക്കേഷൻ വരുത്താണ്. ഓക്കെ, അപ്പോൾ അവിടെ സെക്കൻഡ് സെക്ഷൽ ഓർഗൻസ് അവിടെ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള സ്റ്റേജാണ് എന്ന് പറയുന്നത് പ്യൂബർട്ടി എന്ന് പറയുന്നത്. പ്യൂബർട്ടി ലീഡ്സ് ടു എന്താണ്, പ്യൂബർട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി മാറും, ആ വ്യക്തി അഡൾട്ട്, നല്ലൊരു അഡൾട്ട് അല്ലെങ്കിൽ അഡോളസൻസ് പീരീഡിലേക്ക് എത്തിച്ചേരുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് 1951 കൊടുത്ത പ്രോഗ്രാമാണ് എന്ത്, ഫാമിലി പ്ലാനിങ്. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് സെക്കൻഡ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഡേ ബൈ ഡേ പോപ്പുലേഷൻസ് ആർ ഇൻക്രീസിങ്. there are so many reasons for increasing population. നമ്മുടെ പോപ്പുലേഷൻ കൂടാൻ വേണ്ടി ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ ഇത്രയും കൂടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, നമ്മുടെ ഫുഡ്, അതുപോലെ തന്നെ ഷെൽട്ടർ, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ നമ്മുടെ പ്രൈമറി നീഡ്സ് ഏതൊക്കെയാണോ ആ പ്രൈമറി നീഡ്സ് ഒന്നും എന്ത് ചെയ്യാണ്ടാവും, സാറ്റിസ്ഫൈഡ് ആവാണ്ടാവും. നമുക്ക് അതിനുള്ളൊന്നും മാർഗ്ഗങ്ങൾ ഇല്ലാതായി തീരും. ഓക്കെ, അപ്പോൾ 1951 ഗവൺമെൻറ് കൊടുക്കുന്നതാണ് എന്ത്, ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്ന പ്രോഗ്രാം. നമുക്കറിയാം നമ്മളിപ്പോൾ നിൽക്കുന്ന 21ാം നൂറ്റാണ്ടിലാണ്. നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ 2011 സെൻസസ് അനുസരിച്ച് നമ്മളുടെ ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 121 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ, അടുത്തതാണ് എന്ത്, റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ. അവരുടെ ഒരു അസോസിയേഷനാണ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ടു ക്രിയേറ്റ് അവയർനെസ് എമംഗ് പീപ്പിൾ അബൌട്ട് വേരിയസ് റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആസ്പെക്ട്സ്. റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സിനെ പറ്റിയിട്ട് ജനങ്ങൾക്ക് ഒരു അവബോധം വളർത്തിയെടുക്കുക. മാത്രമല്ല ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ് ആൻഡ് സപ്പോർട്ട് ഫോർ ബിൽഡിംഗ് അപ്പ് എ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി. ഓക്കെ, നമുക്കറിയാം ഈ സ്ത്രീകളൊക്കെ 18 വയസ്സാവണൊക്കെ മുന്നേ തന്നെ നമ്മുടെ ഇവിടെ നല്ല ഇങ്ങനെ ഉൾനാടുകളിലൊക്കെ എന്ത് ചെയ്യാം, കല്യാണം കഴിച്ചു വിടും. ഓക്കെ, അപ്പോൾ അവർക്ക് എന്താ, അവർ മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, അവർ എത്തിയിട്ടുണ്ടാവില്ല, അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അതിനെല്ലാം പ്രിവെൻറ്റ് ചെയ്യാനാണ് എന്ത്, റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയറിൻ്റെ എയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് അപ്പോൾ ഇങ്ങനെ ഒരു റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ ഹയർ സെക്കൻഡറി ലെവലുകളിൽ നമ്മൾ എന്ത് കൊടുക്കുന്നത്, സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. കുട്ടികൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു മിഥ്യാധാരണ, അതല്ലെങ്കിൽ ഒരു ബിലീവിങ്, ഒരു റോങ് മിത്താണ് തിരിച്ചു വരച്ചതെങ്കിൽ അതിനെ ഒന്ന് ഓവർകം ചെയ്യാനാണ് നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, എലിമിനേറ്റ് മിസ്കൺസെപ്ഷൻ അബൌട്ട് സെക്സ് റിലേറ്റഡ് മാറ്റർ. മിസ്കൺസെപ്ഷൻസ് അബൌട്ട് സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റർ. ഓക്കെ, മാത്രമല്ല പ്രൊവൈഡ് പ്രോപ്പർ ഇൻഫർമേഷൻ അബൌട്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അഡോളസൻസ് റിലേറ്റഡ് ചേഞ്ചസ്, സേഫ് ആൻഡ് ഹൈജീനിക് സെക്ഷൽ പ്രാക്ടീസസ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ചേഞ്ച് കൊടുക്കുക. മാത്രമല്ല സെക്സ് അബ്യൂസുകളുണ്ടാവും. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സോഷ്യൽ ഇവൾ എന്ന് പറയുന്നത് എന്താണ്, സെക്സ് അബ്യൂസാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ കുട്ടികളെ ബോധവാന്മാരാക്കുക. ഓക്കെ, അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലെവലിൽ ഈ ഒരു ചാപ്റ്റർ കൊണ്ട് നമുക്ക് സാധിക്കാൻ പറ്റും. ഓക്കെ, ഇനി പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുക. ഡേ ബൈ ഡേ പോപ്പുലേഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അമിനിയോസിന്തസിസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ നമുക്കൊരു കാര്യമാണ് അമിനിയോസിന്തസിസ് എന്ന് പറയുന്നത് സെക്സ് ഡിറ്റർമിനേഷൻ. നമുക്കറിയാം ഒരു ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, പാടുള്ള കാര്യമല്ല. പക്ഷേ നമുക്കൊരു ഫാമിലി ഹിസ്റ്ററിയിൽ എന്തെങ്കിലും ഒരു ജനറ്റിക്കൽ ഡിസീസ് ഉണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ ഒരു പാരൻറ്റിന് എപ്പോഴും മിസ്കൺസെപ്ഷൻ അല്ലെങ്കിൽ അബോർഷൻ നടന്നുകൊണ്ടിരിക്കുകയെന്ന് വെക്കുക, അല്ലെങ്കിൽ മിസ്കാരേജ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് വെക്കുക. അത്തരം കേസുകളിൽ നമുക്ക് എന്താണ് അമിനിയോസിന്തസിസ് എന്ന് പറയുന്നത് ലീഗലി എന്താണ് പോസിബിൾ ആണ്. അമിനിയോസിന്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കുഞ്ഞിനെ കവർ ചെയ്തിരിക്കുന്ന പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് എന്ന് പറയുന്നത് അമ്നിയോൺ എന്ന് പറയുന്നത്. ഇതൊരു വാട്ടറിയാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ പറ്റിയുള്ള കുഞ്ഞിൻ്റെ എല്ലാ ജീൻസിനെ പറ്റിയിട്ടുള്ള ആ ഡാറ്റാസ് നമുക്ക് എന്ത് കിട്ടും, ആ അമ്നിയോൺ നമുക്ക് കിട്ടും. ഓക്കെ, ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് അമ്നിയോസിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതും എന്ത് ലീഗലി മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് വൂമ്പിൽ കിടക്കുമ്പോൾ അതിനെ അബോർഷനോ അല്ലെങ്കിൽ മിസ്കാരേജ് നടത്തിയതല്ല നമ്മൾ എന്ത് ചെയ്താൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ കുറയ്ക്കേണ്ടത്. അതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സേഫായിട്ട് എങ്ങനെ ഒരു റീപ്രൊഡക്ഷൻ പീരീഡ് നമ്മളത് ബർത്ത് കൺട്രോൾ ചെയ്യാമെന്നതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ലക്നൌവിലുള്ള നമ്മുടെ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവാണ് സഹേലി എന്ന് പറഞ്ഞ ഡ്രഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവാൻ ഒരുപാട് റീസൺസ് ഉണ്ടാവും. അതായത് മെറ്റേണിറ്റി, അതായത് ആ മദറിൻ്റെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഇല്ലേ അത് കുറയുക, അതുപോലെ തന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയുക, മാത്രമല്ല ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ് കുറയുക, പക്ഷേ ബർത്ത് റേറ്റ് കൂടുക. ഓക്കെ, പിന്നെ മാത്രമല്ല പൂർ ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ്, ഇതെല്ലാം എന്തൊരു കാരണങ്ങളാണ്? പോപ്പുലേഷൻ എക്സ്പ്ലോഷനുള്ള കാരണങ്ങളാണ്. പോപ്പുലേഷനെ പറ്റിയ സ്റ്റഡിയാണ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ആ ഡെമോഗ്രഫിക്ക് ഏറ്റവും നല്ല ടൂൾ എന്ന് പറയുന്നത് സെൻസസ് ആണ്. നമുക്കറിയാം നമ്മൾ 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് എടുക്കുക നമുക്കറിയാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സെൻസസ് എടുത്തത് 2011 ആ കണക്ക് പ്രകാരം ഇന്ത്യയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 121 crore ആണ്. അതിലെ മോസ്റ്റ് പോപ്പുലേഷനുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശും ലീസ്റ്റ് എന്ന് പറയുന്നത് സിക്കിമിലാണ്. ഓക്കെ, ലിസ്റ്റ് എന്ന് പറയുന്നത് സിക്കിമിലാണ്. അപ്പോൾ ഇത്രയും പോപ്പുലേഷൻ കൂടുമ്പോൾ അവിടെ പലതരത്തിലുള്ള കോമ്പറ്റീഷൻസ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെല്ലാം ഉള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് എന്താണ്? ബർത്ത് കൺട്രോൾ എന്ന് പറഞ്ഞെങ്കിൽ ദ റെഗുലേഷൻ ഓഫ് കൺസെപ്ഷൻ ബൈ പ്രിവെൻറ്റിംഗ് മെഷർ. അത് കുഞ്ഞുണ്ടായിട്ട് അതിന് കില്ല് ചെയ്യലല്ല ചെയ്യുന്നത്, അതിന് മുന്നേ തന്നെ ഇത് ചെയ്യുന്നത്. നമ്മളതിനെ എങ്ങനെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാമെന്നുള്ളതാണ് എന്ത്? ബർത്ത് കൺട്രോൾ, അതല്ലെങ്കിൽ കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത്. ഈ ബർത്ത് കൺട്രോൾ അല്ലെങ്കിൽ കോൺട്രാസെപ്ഷന് കുറേ മാർഗ്ഗങ്ങളുണ്ട്. നാച്ചുറൽ മെത്തേഡ്, ബാരിയർ മെത്തേഡ്, സർജിക്കൽ മെത്തേഡ്, ഓറൽ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാണ് ഓരോ മെത്തേഡ്. അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ത്? നാച്ചുറൽ മെത്തേഡ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ റിതം മെത്തേഡ് എന്നും പറയും. അതല്ലെങ്കിൽ സേഫ് പീരീഡ്. നമുക്കറിയാം ഓവുലേഷൻ നടക്കുന്നത് 14th പീരീഡിലാണ്. 14th ഡേയിലാണ് ഓവുലേഷൻ നടക്കുക അല്ലേ? അപ്പോൾ 10 to 17 ആ ഡേയ്സുകളിൽ എന്ത് ഓവം റിലീസ് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ ആ ദിവസങ്ങളിൽ എന്ത് പാടില്ല? കോയിറ്റസ് അല്ലെങ്കിൽ വെയിറ്റിംഗ് എന്ന് പറയുന്നത് സേഫ് അല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് വിഡ്രോവൽ, അതല്ലെങ്കിൽ കോയിറ്റസ് ഇൻട്രപ്സ് ഓർ വിഡ്രോവൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെയിൽ പാർട്ട്ണറിന്റെ പെനിസ് റിമൂവ് ചെയ്യും, അവിടെ നിന്ന് വജേന്ന് റിമൂവ് ചെയ്യും. അപ്പോൾ എന്താ അവിടെ ഇൻസെമിനേഷൻ എന്നുള്ള പ്രോസസ്സ് അവിടെ നടക്കില്ല. ഓക്കെ, അപ്പോൾ ഇൻസെമിനേഷൻ ഉണ്ടായില്ലെങ്കിൽ 7 ഉള്ളിൽ കയറില്ല, അപ്പോൾ എന്തുണ്ടാവില്ല? അവിടെ ബേബി ഉണ്ടാവാനുള്ള ചാൻസും കുറവാണ്. അടുത്തെന്ന് പറയുന്നത് ലാക്ടേഷണൽ അമിനോറിയാണ്. ലാക്ടേഷണൽ അമിനോറി എന്ന് പറഞ്ഞെങ്കിൽ ബർത്ത് കഴിഞ്ഞ ഒരു 6 months, ഓക്കെ, ആ സമയത്ത് ബേബിനെ ഫീഡ് ചെയ്യുന്ന സമയത്താണ് അല്ലെ, അന്നേരം നമ്മുടെ ഹോർമോൺ ലെവൽ ചേഞ്ചുകൾ വരുന്ന കാരണം ഈ ഒരു ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ മെൻസ്ട്രുവേഷനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതും ഒരു സേഫ് പീരീഡാണ്. നെക്സ്റ്റ് ഈസ് ബാരിയർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബാരിയർ ആയിട്ടാണ്. ഒരു ആർട്ടിഫിഷ്യൽ മെത്തേഡുകളാണ് എന്ത്? ബാരിയർ മെത്തേഡുകൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ പലതരത്തിലുണ്ട്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് അത് എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ മെയിലിൽ സ്പേമും അതുപോലെ തന്നെ എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെയാണ് മെയിൽ കോണ്ടംസ് ഉണ്ട്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് നിരോധ്. ചോദിക്കാറുണ്ട് നിരോധ് എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിൽ പെടുന്നതാണ്? അത് ബാരിയർ മെത്തേഡിൽ പെടുന്നതാണ് നിരോധ് എന്ന് പറഞ്ഞാൽ മെയിൽ കോണ്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് എന്താ പറയുക വളരെയധികം പോപ്പുലർലി കിട്ടുന്ന മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? എയ്ഡ്സ് അതുപോലെ തന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനൊക്കെ പ്രിവെന്റ് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള മെയിൽ കോണ്ടംസ് അല്ലെങ്കിൽ ബാരിയർ മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിരോധം എന്ന് പറയുന്നത് മെയിലാണ്. ഇനി ഫീമെയിൽ ആണ് എന്താണ്? ഫെമിഡം എന്ന് പറയുന്നത്. ഫെമിഡം. ഓക്കെ, ഇറ്റ് ഈസ് എ ഫീമെയിൽ കോണ്ടം വിച്ച് ഈസ് polyurethane sheet that is closed at one end and open at the other end. ഇപ്പോൾ പോളിയൂറിത്തീൻ ഷീറ്റാണ് ഫെമിഡത്തിന് ഉപയോഗിക്കുന്നത്. അത് ഫീമെയിൽ എക്സ്ചേഞ്ച് ആൻറ്റനായിട്ട് അവിടെ ഫിക്സ് ചെയ്യുക. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു? സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസിനൊക്കെ അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്ന ബോഡീനെ പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വെജൈനൽ ഡയഫ്രം എന്ന് പറയുമ്പോൾ തന്നെ എവിടെ? ഫീമെയിലിന്റെ കേസിലാണ് അല്ലേ? അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡോം ഷേപ്പ് അല്ലെങ്കിൽ ഒരു റബ്ബർ പോർഷനാണ് ഈ വെജൈനൽ ഡയഫ്രം എന്ന് പറയുന്നത്. ആ ഡയഫ്രം എന്ത് ചെയ്യുന്നു? സ്പേംസിന്റെ എൻട്രീനെ എന്ത് ചെയ്യുന്നത്? പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സെർവിക്കൽ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ഓൾസോ എ റബ്ബർ നിപ്പിൾ വിച്ച് ഈസ് ഇൻസർട്ടഡ് ഇൻ ടു ദ വെജൈന ആൻഡ് ഫീഡ്സ് ക്ലോസ്ലി ഓവർ ദ സെർവിക്സ്. ഇറ്റ് പ്രിവെന്റ്സ് ദ എൻട്രി ഓഫ് സ്പേം ഇൻ ടു ദ യൂട്രസ്. ഇറ്റ് ഈസ് എ റബ്ബർ നിപ്പിൾ വിച്ച് ഈസ് ഇൻസർട്ടഡ് ഇൻ ടു ദ വെജൈന ആൻഡ് ഇറ്റ് ഫീഡ്സ് ക്ലോസ്ലി ഓവർ ദ cervix. It prevents the entry of sperm into the uterus. Next is Wald cup. Wald cup looks like similar to the diaphragm, but it is made up of metal rim. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മളുടെ ഡയഫ്രം പോലെ തന്നെ വെജൈനൽ ഡയഫ്രം പോലെ തന്നെ അവിടെ എന്തായാലും റബ്ബർ ആയിരുന്നു. പക്ഷെ വോൾട്ട് കപ്പിൽ ഉപയോഗിക്കുന്നത് എന്താണ്? വോൾട്ട് കപ്പ് എന്ന് പറയണമെങ്കിൽ അവിടെ എന്ന് പറയുന്നത് എന്താണ്? മെറ്റലാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പെർമിസൈഡ്സ് ആണ്. സ്പെർമിസൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക? ക്രീം, ജെല്ലി അതുപോലെ തന്നെ പേസ്റ്റ് രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ എയറോസൽ രൂപത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? അതിന് കണ്ടന്റ് എന്ന് പറയുന്നത് ലാക്റ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, സിങ്ക് സൾഫേറ്റ് ഒക്കെയാണ്. അപ്പോൾ എന്താ ചെയ്യുക? അത് ഉള്ളിലെത്തുന്ന ആ സ്പേംസിനെ മീറ്റിംഗ് കഴിഞ്ഞാൽ തന്നെ ആ എത്തുന്ന സ്പേംസിനെ എന്തെങ്കിലും ഫെർട്ടിലൈസേഷന്
ടൈമിന് തന്നെ അത് കില്ല് ചെയ്ത് കളയും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും? പ്രഗ്നൻസിനെ പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതൊക്കെ ഏതൊക്കെയായിരുന്നു അതിൽ കണ്ടന്റ്? ലാക്റ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, സിങ്ക് സൾഫേറ്റ്. ഓക്കെ, അത് ജെല്ലി രൂപത്തിലാവാം, പേസ്റ്റ് രൂപത്തിലാവാം, അതല്ലെങ്കിൽ ഫോം ടാബ്ലറ്റ്സുമായിട്ട്. ഓക്കെ, ഇപ്പൊ ബാരിയർ മെത്തേഡിൽ ഉൾപ്പെടുന്നത് നെയിൽ കോണ്ടം, ഫെമിഡം, വെജൈനൽ ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ്, വോൾട്ട് ക്യാപ്പ്, അതുപോലെ തന്നെ സ്പെർമിസൈഡ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്? ജസ്റ്റ് ലൈക്ക് ക്രീം ഒക്കെ പറഞ്ഞു അല്ലെ. ഇനി അടുത്ത് എന്ന് പറയുന്നത് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, അതായത് യൂട്രസിന്റെ അകത്ത് വയ്ക്കുന്ന ഡിവൈസസ് ആണ് എന്ത് പറയുന്നത്? ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, അതല്ലെങ്കിൽ IUD എന്ന് പറയും. ഓക്കെ, അതിലെന്താ പറയുക? ഇൻസേർട്ട് IUD. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പോളിയെത്തിലീനായിട്ട് മെറ്റീരിയലാണ് IUD എന്ന് പറയുന്നത്. മാത്രമല്ല അതിനെ കവർ ചെയ്തിട്ട് ബേരിയം സൾഫേറ്റ് അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ ഉണ്ടായിരിക്കും. അത് നോൺ മെഡിക്കേറ്റഡ് ആണ്. അതിലെ മെഡിസിൻസ് അല്ല, പക്ഷെ എന്തുണ്ടായിരിക്കും? ഈ ബാരിയം സൾഫേറ്റും അതുപോലെ തന്നെയാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ലിപ്സ് ലൂപ്പ് എന്ന് പറയുന്നത്. ലിപ്സ് ലൂപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻസേർട്ട് IUDക്ക് എക്സാമ്പിളാണ് എന്ത്? ലിപ്സ് ലൂപ്പ് എന്ന് പറയുന്നത്. These are made up of polyethylene impregnated by barium sulfate or stainless steel. These are non-medicated. Okay, these are non-medicated ആണ് എന്ത്? ഈ IUD എന്ന് പറയുന്നത്. എക്സാമ്പിൾ ലിപ്സ് ലൂപ്പ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് കോപ്പർ IUD ആണ്. അതിന് എക്സാമ്പിളാണ് CU, കോപ്പറിന്റെ നമുക്കറിയാം സിമ്പിൾ CUT അല്ലെ. പിന്നെ CU7 പിന്നെ മൾട്ടിലോഡ് 375 എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് കോപ്പറാണ്. ഈ കോപ്പർ അയൺ റിലീസ് ചെയ്യുമ്പോൾ അവർ എന്ത് ചെയ്യും? സ്പേമിന്റെ മോട്ടിലിറ്റിനെ എന്ത് ചെയ്യും? സപ്രസ് ചെയ്യും. അപ്പോൾ സ്പേമിന്റെ ഫെർട്ടിലൈസേഷൻ എന്നുള്ള പ്രോസസ്സും അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ത് ചെയ്യാൻ? നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസിൽ 2 എണ്ണം പറഞ്ഞു. ഏതൊക്കെയാണ്? ഇൻസേർട്ട് IUDയും പറഞ്ഞു, അതുപോലെ തന്നെ കോപ്പർ IUD, CUTയും അതുപോലെ തന്നെ CU7ഉം പിന്നെ മൾട്ടിലോഡ് 375. വേറെ ഒന്നാണ് ഹോർമോണൽ IUD, ഹോർമോൺ റിലീസിങ് IUDs. അതായത് ഹോർമോൺ IUD എന്ന് പറഞ്ഞെങ്കിൽ ഹോർമോൺ റിലീസിംഗ് ആയിട്ടുള്ള IUDsകൾ. അപ്പോൾ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എക്സാമ്പിളാണ് പ്രൊജസ്ട്രാസേറ്റും അതുപോലെ തന്നെ LNG-20. പ്രൊജസ്ട്രാസേറ്റ് ആൻഡ് LNG-20 ആർ എക്സാമ്പിൾ ഫോർ ദ ഹോർമോൺ റിലീസിംഗ് IUD. ക്ലിയർ ഇസ് ഇറ്റ് ഈസ്? ഹോർമോൺ IUD എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊജസ്ട്രാസേറ്റും അതുപോലെ തന്നെ LNG-20 പേരുകൾ തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ആണ്. അതായത് നമ്മൾ മരുന്ന് കഴിക്കുക അല്ലെ. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മാലാഡി എന്ന് പറയുന്നത് അത് ഓറൽ കോൺട്രാസെപ്റ്റീവ് ആണ്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊജസ്ട്രോൺ അതല്ലെങ്കിൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻസ് ഉള്ള പിൽസാണ് നമ്മൾ ടേക്കുന്നത്. അപ്പോൾ ചില മരുന്നുകളാണെങ്കിൽ നമ്മൾ 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയി കഴിക്കണം. ചിലതാണെങ്കിൽ വൺസ് എ വീക്ക് കഴിച്ചാൽ മതി. അതിന് വൺസ് എ വീക്ക് കഴിക്കണമെങ്കിൽ നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞു സഹേലി എന്ന് പറഞ്ഞ മരുന്ന് അല്ലെ. സഹേലി ഈസ് എ ന്യൂ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫോർ ഫീമെയിൽസ് കണ്ടെയ്നിങ് സെൻക്രോമൻ ഓർ ഓർമിലോക്സിഫിൻ. ആ മരുന്നിന്റെ പേരാണ് എന്ത്? സെൻക്രോമൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓർമിലോക്സിഫിൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് നോൺ സ്റ്റിറോയിഡ് ആണ്. നമുക്കത് വൺസ് ഇൻ എ വീക്ക് ഉപയോഗിച്ചാൽ മതി. വൺസ് ഇൻ എ വീക്കാണ് അതിന്റെ കണ്ടന്റ്. അത് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം. ചില മരുന്നുകളാണെങ്കിൽ മാലാഡിയൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്ത് വേണ്ടി വരും? ആ ഒരു പർട്ടിക്കുലർ ഡേയ്സ് മുഴുവൻ നമുക്ക് എന്തെങ്കിലും കഴിക്കേണ്ടി വരും. അപ്പോൾ അതിന് പകരമായിട്ട് സഹേലിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് കഴിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻജെക്റ്റബിൾ ആൻഡ് ഇംപ്ലാന്റ്സ് ആണ്. ഇൻജെക്റ്റബിൾ ആൻഡ് ഇംപ്ലാന്റ്സ്. Progestogens alone or in combination with estrogen can also be used by female as injections or implants under the skin of the upper arm. Norplant implant is one of the most reliable. It is very effective and low maintenance method. Lasts for maximum of 5 years. Could be reversed anytime. അപ്പോൾ അതിലൊരു ഉപയോഗിക്കുന്നതാണ് ഇൻജെക്റ്റബിൾ ആയിട്ടുള്ള ഇംപ്ലാന്റിന് എക്സാമ്പിൾ ആണ് നോർപ്ലാന്റ്. ഇത് രണ്ടിലും കണ്ടന്റ് എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ അതുപോലെ ഈസ്ട്രോജൻ ആണ് അല്ലെ. അപ്പോൾ ഹോർമോൺ ലെവലിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസ്സ് നടക്കില്ല. ഇത് നമുക്ക് റിവേഴ്സിബിൾ ആണ്. ഏകദേശം 5 വർഷത്തോളം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ത്? ഈ നോർപ്ലാന്റ് എന്ന് പറഞ്ഞ ഇംപ്ലാന്റ്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് എമർജൻസി കോൺട്രസെപ്ഷൻ ആണ്. എമർജൻസി കോൺട്രസെപ്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ദ മോർണിംഗ് ആഫ്റ്റർ പിൽ അതല്ലെങ്കിൽ ഡേ ആഫ്റ്റർ പിൽ. ഇറ്റ് ഇസ് എ ഫോം ഓഫ് പോസ്റ്റ് കോയിറ്റസ്. നമ്മൾ കോയിറ്റസിന് ശേഷമാണ് വേണ്ട എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അതിനു വേണ്ടി കഴിക്കുന്ന ഡ്രഗ്സുകൾ. ഓക്കെ, അതാണ് എന്ത്? എമർജൻസി കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് സർജിക്കൽ മെത്തേഡാണ്. പെർമനന്റ് ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യുക. എന്താണ്? സർജിക്കൽ സ്റ്റെറിലൈസേഷൻ. പെർമനന്റ് ആയിട്ട് എന്ത് വേണ്ട? കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുക. അത് 2 തരത്തിലുണ്ട്. വാസ്കട്ടോമി ഉണ്ട്, അതുപോലെ തന്നെ ട്യൂബ് കട്ടോമി. വാസ്കട്ടോമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വാസ ഡിഫറൻസ് അല്ലേ. ആ വാസ ഡിഫറൻസിനെ ടൈ ചെയ്യുന്നത്. വാസ ഡിഫറൻസ് ടൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ വാസ അവിടേക്ക് കിട്ടില്ല. ആ ട്യൂബ് നമ്മുടെ മെയിലിന്റെ അക്സസറി ടെക്സുകളാണ് ഇതൊക്കെ വാസ ഡിഫറൻസ് എന്ന് പറയുന്നത്. അവിടേക്ക് എന്തെത്തില്ല? സ്പേം എത്തുന്നില്ല. അപ്പോൾ ഓക്കെ, ആ പ്രോസസ്സ് എന്ന് പറയുന്നത് നടക്കുന്നില്ല. സ്പേം എത്തിക്കഴിഞ്ഞാലല്ലേ ഇൻസെമിനേഷനിൽ സ്പേം ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതെന്താണ്? വാസ്കട്ടോമിയാണ്. അതുപോലെ തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ ട്യൂബ് കട്ടോമി. ട്യൂബ് കട്ടോമി എന്ന് പറയുകയാണെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒന്നുകിൽ ടൈ ചെയ്യാം, അതല്ലെങ്കിൽ കട്ട് ചെയ്യുക. ടൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ റിവേഴ്സിബിൾ ആയിട്ട് മാറും. ഓക്കെ,
ഇപ്പോൾ ഫെലോപ്പിയൻ ട്യൂബിൽ കട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, ഓവമിൻ്റെ മൂവ്മെൻറ്റ് നടക്കില്ല. അപ്പോൾ അതെന്ന് പറയുന്നത് ഓവത്തിന് ഫെലോപ്പിയൻ ട്യൂബിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് എന്ത് സർജിക്കൽ പറയുന്നത്. അപ്പോൾ നമ്മൾ 7 ബർത്ത് കൺട്രോൾ അല്ലെങ്കിൽ കോൺട്രാസെപ്ഷൻ്റെ 7 മെത്തേഡ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയി വിചാരിക്കുന്നു. നമ്മൾ ആദ്യം നാച്ചുറൽ മെത്തേഡ് പറഞ്ഞു, ബാരിയർ മെത്തേഡ്, ഇൻട്രായൂട്രൈൻ, ഹോർമോണൽ IUD, ഓറൽ കോൺട്രാസെപ്റ്റീവ്, ഇൻജെക്റ്റബിൾസ് ആൻഡ് ഇംപ്ലാന്റ്സ്, എമർജൻസി കോൺട്രാസെപ്ഷൻ, സർജിക്കൽ മെത്തേഡ്സ്. ഓക്കെ, അതിൽ രണ്ടെണ്ണം പറഞ്ഞു, വാസ്കോട്ടോമി പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ട്യൂബ് കട്ടോമി. വാസ്കോട്ടോമി അതുപോലെ തന്നെ ഒരെണ്ണം പറഞ്ഞതാണ് എന്ത്, ട്യൂബ് കട്ടോമി എന്ന് പറയുന്നത്. ക്ലിയർ. ഇനി എന്താണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അതായത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് അബോർഷൻ ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ മെഡിക്കൽ പ്രഗ്നൻസി ആക്ട് എന്ന് പറയുന്നത് കൊണ്ടുവന്നത് 1971 അത്രയ്ക്കും ഒരു കേസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എ വുമൺ ഹൂ ഈസ് ലെസ് ദാൻ 7 വീക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പ്രഗ്നൻറ്റിൽ 7 വീക്കിൽ അത്രയും കുറവായി മാത്രം ചെയ്യും മെഡിക്കൽ അബോർഷന് റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പോൾ 7 അതിന് മേലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, സർജിക്കൽ അബോർഷൻസ് ആണ്. സർജിക്കൽ അബോർഷൻ. ഓക്കെ, അപ്പോൾ 2 തരത്തിലുള്ള മെഡിക്കൽ ടെർമിനേഷൻ ഉണ്ട്. ഒന്ന് മെഡിക്കൽ അബോർഷനും അതുപോലെ തന്നെ മെഡിക്കൽ അബോർഷൻ ഒരെണ്ണം, അടുത്ത സർജിക്കൽ അബോർഷൻ. മെഡിക്കൽ അബോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 7 വീക്സിന് താഴെയാണെങ്കിൽ ജസ്റ്റ് പിൽസ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഉണ്ടായ കുഞ്ഞിനെ മുഴുവനായിട്ട് നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കും. ഓക്കെ, പക്ഷേ ചില സമയത്ത് ഒരു ഫിസിഷ്യൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ ഡോക്ടറുടെ സഹായത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡ്രഗ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ക്യൂർ ചെയ്യിക്കുക, അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് യൂട്രസ് നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ 7 വീക്സ് എബോവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ മെത്തേഡുകളിലൂടെ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, റിമൂവ് ചെയ്യാനായിട്ട് കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ നമ്മളവിടെ ചെയ്യേണ്ടതാണ് MTP എന്ന് പറയുന്നത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ്ക്കിയാണ്. മാത്രമല്ല നമുക്കറിയാം ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നത് ഒരു വളരെ റിസ്ക്കിയാണ്. കാരണം ആ കുഞ്ഞിൻ്റെ എല്ലാ ബോഡി പാർട്സും ആ ഓറിയിൽ നിന്നും അല്ലെങ്കിൽ ആ യൂട്രസ് നിന്നും റിമൂവ് ആണ് അല്ലെ, പുറത്തേക്ക് പോകണം. അങ്ങനെ നമ്മൾ വളരെ ഡേഞ്ചറസ് കണ്ടീഷനിൽ മാത്രമേ അല്ലെങ്കിൽ അമ്മയുടെ ഹെൽത്തിനോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഹെൽത്തിനോ കംപ്ലൈൻറ്റ് ഉണ്ട് എന്ന സാഹചര്യത്തിൽ മാത്രമാണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യുള്ളൂ, ഇങ്ങനെയുള്ള ഒരു സർജിക്കൽ അബോർഷനെ ലീഗലി അതിനൊരു ചാൻസ് ഉള്ളൂ. ഓക്കെ, പിന്നെ ഇങ്ങനെ നമുക്ക് ഓരോ രാജ്യത്തും ഓരോ ലോസുകളാണ് ഈ സർജിക്കൽ അബോർഷന് വേണ്ടിയിട്ട്. ഓക്കെ, ചില രാജ്യങ്ങളിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഈ സർജിക്കൽ അബോർഷനെ സമ്മതിക്കുന്നില്ല. അബോർഷൻ ഓഫ് ഫീമെയിൽ നമുക്കറിയാം, അബോർഷൻ ഓഫ് ഫീമെയിൽ ഫീറ്റസ് എന്ന് പറയുന്നത് എന്താണ്, ഇല്ലീഗലാണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ എന്താണ്, ഇങ്ങനെയുള്ള ഒരു ചാൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് എഫക്റ്റീവായിട്ടുള്ള കൗൺസിലിംഗ് ആർക്കാണോ ആ കപ്പിൾസിന് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ് ചെയ്യാം. നമുക്കറിയാം എങ്ങനത്തെ കേസിലൊക്കെയാണ് നമുക്കിപ്പോൾ MTP ചെയ്യേണ്ടി വരിക. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉപയോഗിച്ചതിന് ശേഷം പ്രഗ്നൻസി ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു റേപ്പ് കേസ്, അതുപോലെ തന്നെ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കോയിറ്റസ് വന്ന് അപ്പോൾ അതൊക്കെ വരുമ്പോഴാണ് സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള MTPക്ക് ചാൻസ് കൂടുതലായി വരുന്നത്. പിന്നെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഡെത്ത് സംഭവിക്കുമെന്ന് ഉറപ്പുള്ള കേസുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ ഒരു MTPക്ക് അല്ലെങ്കിൽ സർജിക്കൽ അബോർഷന് ലീഗലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കൊരു സപ്പോർട്ട് കിട്ടുകയുള്ളൂ. ക്ലിയർ. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. നമുക്കത് എല്ലാവർക്കും ആ പേരറിയാം, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലെ. അതിന് പറഞ്ഞ വേറൊരു പേരാണ് STD എന്ന് പറയുന്നത്. വേറൊരു പേരാണ് വെനീറൽ ഡിസീസ്. വേറൊരു പേരും കൂടിയാണ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ. ഈ 3 ചോദിച്ചാൽ ഒന്ന് തന്നെയാണ്. റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ നമുക്ക് ഒന്നും കൂടി പറയാം, RTI എന്നും കൂടെ പറയാം. ഓക്കെ, ഇപ്പോൾ ഏതൊക്കെയായിരുന്നു 3 സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, വെനീറൽ ഡിസീസ്, അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ. നമുക്കറിയാം ഏതൊക്കെയാണ് STD ഡിസീസ് എന്ന് പറഞ്ഞെങ്കിൽ സിഫിലിസ്, ഗൊണേറിയ, എയ്ഡ്സ്. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് എന്താണ്, എയ്ഡ്സ് അല്ലെങ്കിൽ HIV ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതേതാണ് STD എന്നും അതിൻ്റെ പാത്തോജൻ. ആ പാത്തോജൻ ഏതാണെന്ന് പഠിക്കും വേണം. അത് ബാക്ടീരിയ ഗ്രൂപ്പിലാണോ അതല്ലെങ്കിൽ പ്രോട്ടോസോവ ഗ്രൂപ്പിലാണോ എന്നുള്ളത് പഠിക്കേണ്ടതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. STD ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, STD are the major threat to healthy society. These led to the complications which include pelvic inflammatory disease അല്ലേ. പെൽവിക് പോർഷനിൽ ഇൻഫ്ലമേറ്ററി ഡിസീസ് വരെ മാത്രമല്ല അബോർഷൻ, സ്റ്റിൽബർത്ത് ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോൾ തന്നെയാണ് അസുഖങ്ങൾ, നമ്മൾ ചാപിള്ള എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ. പിന്നെ എന്താ പറയുക, ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം. അതൊക്കെ ഈവൻ ക്യാൻസർ പോലും എന്തുമൂലം ഉണ്ടാവാം, STD മൂലം ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ STDക്ക് ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തു. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന STDയും അതുപോലെ തന്നെ അത് കോസ് ചെയ്യുന്ന ഓർഗാനിസം. ഗൊണേറിയ, നെസേരിയ ഗൊണേറിയാണ്, അത് ബാക്ടീരിയമാണ്. സിഫിലിസ്, ട്രിപ്പോണോമ പല്ലിഡം, അതും ബാക്ടീരിയമാണ്. ജെനൈറ്റൽ ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ് ആണ്. ക്ലെമൈഡിയാസിസ്, ക്ലെമൈഡിയ ട്രക്കോമാറ്റിസ്, അത് ബാക്ടീരിയമാണ്.
ട്രൈക്കോമോണിയാസിസ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, എയ്ഡ്സ് HIV വൈറസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എന്ത് കോമൺ ആയിട്ട് കാണുന്ന നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന STDകൾ, അതല്ലെങ്കിൽ വെനീറൽ ഡിസീസ്, അതല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്. ഏതൊക്കെയായിരുന്നു? ഗോണേറിയ, സിഫിലിസ്, ജെനറ്റൽ ഹെർപ്പസ്, ക്ലമൈഡിയാസിസ്, ട്രൈക്കോമോണിയാസിസ്, ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് എയ്ഡ്സ്. അപ്പോൾ അതിൻ്റെ എല്ലാം മൈക്രോ ഓർഗാനിസം, അതുപോലെ തന്നെ അതിൻ്റെ പേരുകൾ എന്ന് പറയുന്നത് വളരെയധികം സയൻറ്റിഫിക് നെയിം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മളിവിടെ ഒരു ടോപ്പിക് ഇടുന്നുണ്ട്, ഇൻഫെർട്ടിലിറ്റി. അതല്ലേ, ഇൻഫെർട്ടിലിറ്റി ഇൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ പറ്റിയിട്ടാണ് അല്ലേ. പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് പേര് നമ്മുടെ മുക്കിലും മൂലയിൽ തന്നെ ഒരുപാട് എന്തുണ്ട് റീപ്രൊഡക്റ്റീവ് ക്ലിനിക്കുകൾ, ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്തിനാണ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക്, അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അതെന്ന് പറഞ്ഞാൽ സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഫെർട്ടിലിറ്റിയുടെ ഓപ്പോസിറ്റാണ് പറയുന്നത് സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത്. അവർക്ക് ഒന്നെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത അവസ്ഥ. അപ്പോൾ അതിന് പല കാരണങ്ങളായിരിക്കും. മെയിലിൻ്റെ കേസിലാണെങ്കിൽ ലോ സ്പേം കൗണ്ട്, പിന്നെ പുവർ സ്പേം മൊബിലിറ്റി, അബ്നോർമൽ സ്പേം ആൻറ്റിബോഡീസ്, ബ്ലോക്ക് സ്പേം ഡക്സ്. ഇതൊക്കെയായിരുന്നു ലോ സ്പേം കൗണ്ട്, പുവർ സ്പേം മോട്ടിലിറ്റി, അബ്നോർമൽ സ്പേം ആൻറ്റിബോഡീസ്, ബ്ലോക്ക് സ്പേം ഡക്സ്. ഓക്കെ, ഇനി ഫീമെയിലിൻ്റെ കേസിലാണെങ്കിൽ അത് ഇറഗുലർ ആയിട്ടുള്ള ഓവുലേഷൻ വരിക, ഫാലോപ്പിയൻ ട്യൂബിലെ ബ്ലോക്ക് വരിക, മാത്രമല്ല സെർവിക്സ് അല്ലെങ്കിൽ യൂട്രസിലൊക്കെ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റീസ്. ഇതാണ് ഫീമെയിലിൻ്റെ കേസുള്ളത്. ഏതൊക്കെയായിരുന്നു? ഇറഗുലർ ആയിട്ടുള്ള ഓവുലേഷൻ, ബ്ലോക്ക്ഡ് ഫാലോപ്പിയൻ ട്യൂബ്സ്, അബ്നോർമാലിറ്റീസ് ഇൻ ദ സെർവിക്സ് ഓർ ദ യൂട്രസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാരണങ്ങൾ നമുക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കും എന്ത് വേണം? ആ കപ്പിൾസ് അവർക്കും എന്ത് വേണം? ഒരു കുഞ്ഞിനെ വളർത്താനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും ഇല്ലേ. അപ്പോൾ അതിനുള്ള ടെക്നിക്കുകളാണ് എന്ത്? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി, അതല്ലെങ്കിൽ ആർട്ട്. ഓക്കെ, ഇതൊരു ദൈവത്തിൻ്റെ ഒരു ആർട്ട് തന്നെ നമുക്ക് പറയാം അല്ലേ. The art uses special methods to help the infertile couples to achieve pregnancy by artificial or partially artificial means. Art include all infertility treatments in which both eggs and sperms are manipulated. അപ്പോൾ നമുക്ക് സക്സസ് റേറ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഫാക്ടേഴ്സ് അനുസരിച്ച് സക്സസ് റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ സക്സസ് റേറ്റ് കൂടുതലാണ് ആർട്ടിൻ്റെ. അതിനാദ്യത്തെയാണ് ടെസ്റ്റ് ട്യൂബ് ബേബി. ടെസ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്ത് കുഞ്ഞുണ്ടാവാൻ നല്ല അതിൻ്റെ അർത്ഥം. ടെസ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് നടക്കുന്നത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷനാണ് അല്ലെ, IVF എന്ന് പറയുന്നത്. ആ പെർഫോമൻസ് നടക്കുന്നത് ലാബോറട്ടറി കണ്ടീഷനിലാണ്. അതുകൊണ്ടാണ് എന്ത് വിളിച്ചതിന് ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് വിളിച്ചത്. ഓക്കെ, ഇൻവിട്രോ, ഓക്കെ, ഇൻസൈഡ് ദ ലാബ്. ഓക്കെ, അപ്പോൾ അത് രണ്ട് തരത്തിലുണ്ട്, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ, അതുപോലെ തന്നെ സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. നമുക്കതിൻ്റെ ഷോർട്ട് ഫോമുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞെങ്കിൽ IUT. ഓക്കെ, അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് എംബ്രയോ, നമുക്ക് പുറമേ വെച്ചിട്ട് എഗ്ഗും സ്പേമും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് പുറമേ വെച്ച് ഫ്യൂസ് ചെയ്ത് എംബ്രയോ ആയിട്ട് അല്ലെ, സൈഗോട്ടിൽ നിന്ന് എംബ്രയോ ആയിട്ട് 32 സെല്ല് വരുന്ന സ്റ്റേജ്, 32 സെല്ല് വരുന്ന ബ്ലാസ്റ്റോമിയം സ്റ്റേജിലാണ് ആ അമ്മയുടെ വൂമ്പിൻ്റെ അകത്തേക്ക് കയറ്റി വിടുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് സൈഗോട്ട് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ. അപ്പോൾ എന്തായിരുന്നു ഇവിടെ? എന്തായിരുന്നു? എംബ്രയോനല്ല നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത്. ഇവിടെ എന്താ? സൈഗോട്ടിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതർവൈസ് നോൺ ആസ് SWIFT, ZIFT. ഓക്കെ, ദിസ് ഇൻവോൾവ്സ് ദ ട്രാൻസ്ഫർ ഓഫ് എ സൈഗോട്ട് അറ്റ് 8 സെൽ സ്റ്റേജ്. ഓക്കെ, ആ 8 സെൽ, മറ്റേ എവിടെയായിരുന്നു 32 ആണ്, ഇവിടെ 8 സെൽ സ്റ്റേജിൽ നമുക്ക് ഐദർ ആ ഫീമെയിലിൻ്റെ ബോഡിക്കകത്ത്, അതല്ലെങ്കിൽ ഒരു സറോഗേറ്റ് മദറിന്. സറോഗേറ്റ് മദർ എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ കണ്ടെത്തുന്ന ഒരു നേഴ്സ് ആവാനുള്ള ഒരു മദർ എന്ന് പറയില്ലേ, ആ മദറിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ മെറ്റീരിയൽ കയറ്റി വിടുകയാണ്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നതാണ് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ, അല്ലെങ്കിൽ സൈഗോട്ട് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ, അതല്ലെങ്കിൽ SWIFT എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഗാമേറ്റ് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ, അതല്ലെങ്കിൽ ഗിഫ്റ്റ്. ഓക്കെ, ചില അത്ര ടെക്നിക്സ് വഴി നമുക്ക് സാധാരണയായിട്ട് ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത, അതായത് സ്പേംസ് ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടിയാണ് എന്ത് ഗാമേറ്റ് ഫാലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത്? സ്പേമാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ അവിടെ എത്തിയിട്ട് മോട്ടിലിറ്റി പ്രശ്നമാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്പേമിനെ ഫാലോപ്പിയൻ ട്യൂബിലേക്ക് കടത്തിവിടുക. ഇനി ഓവം ആണെങ്കിൽ എന്ത് ചെയ്യുക? വേറെ ഒരു സറോഗേറ്റ് മദർ എന്ന് കളക്ട് ചെയ്താൽ ഓവം എന്ത് ചെയ്യുക? നമുക്ക് ഫാലോപ്പിയൻ ട്യൂബിലേക്ക് കടത്തിവിടുക. അപ്പോൾ അവിടെ എന്ത് നടക്കും? ഫ്യൂഷൻ നടക്കും. ഓക്കെ, അങ്ങനെ ഫ്യൂഷൻ നടന്നിട്ട് അവിടെ ബേബി ഫോം ചെയ്യുക. അത് നമ്മൾ അവിടെ ഫ്യൂഷൻ നടക്കുന്നത് എവിടെയാണ്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് പേഴ്സൻ്റെ ബോഡിക്ക് അകത്താണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ, അതല്ലെങ്കിൽ ICSI എന്ന് പറയാം.
അതായത് സ്പേം കൗണ്ട് കുറവുള്ള ആളുകൾക്കാണെങ്കിൽ അതിൽ നിന്നും ഹെൽത്തി സ്പേമിനെ കണ്ടെത്തിയിട്ട് ആ ഹെൽത്തി സ്പേമിനെ ട്രാൻസ്ഫർ ചെയ്യുക. ദാറ്റ് ഈസ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു. അതായത് സ്പേം കൗണ്ട് കുറവുള്ള ആളുകൾക്കാണ്. ഓക്കെ, സ്പേം കൗണ്ട് കുറവുള്ള ആളുകൾക്ക് നമ്മളിങ്ങനെ കണ്ടെത്തിയിട്ട് ആ നല്ല മോട്ടിലിറ്റി ഉള്ള സ്പേം ഏതാണോ അത് തിരിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് എത്തിക്കാം. അത് നമ്മളെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ദ മെത്തേഡ് ഈസ് യൂസ് ഇൻ കേസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി ഓഫ് ഫീമെയിൽ പാർട്ട്ണറിനാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എത്ര സെമൻ ഉണ്ടായിട്ടും അതിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഫെർട്ടിലൈസർ ആയി കിട്ടില്ല. ഓക്കെ, അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ സറോഗേറ്റ് മദർ എടുക്കുന്ന പോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഒരു ഡോണറിനെ കണ്ടെത്തുക. ആ ഡോണറിൻ്റെ സെമനിൽ നിന്ന് സ്പേം കളക്ട് ചെയ്തിട്ട് ആ ഫീമെയിൽ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവിടെ നടക്കും, അവിടെ പ്രോസസ്സ് ഫെർട്ടിലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് അവിടെ നടക്കും. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ആർട്ട് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ്, ടെസ്റ്റ് ട്യൂബ് ബേബി, ഗാമറ്റ് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫർ, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അറിയാം സെക്ഷൽ ട്രാൻസ്മിറ്റ് ഡിസീസ് നോക്കി. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, എന്തൊക്കെയാണ് MTPs, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, ഇൻഫെർട്ടിലിറ്റി കാര്യങ്ങൾ മെയിലും ഫീമെയിലും ചർച്ച നോക്കി. പിന്നെ എന്താ നമുക്കറിയാം ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് നമ്മളുടെ ബർത്ത് കൺട്രോളിന് വേണ്ടിയിട്ട്. അതിൽ സർജിക്കൽ മെത്തേഡ്, എമർജൻസി കൺട്രാസെപ്ഷൻ, ഇഞ്ചെക്റ്റബിൾ ആൻഡ് ഇംപ്ലാന്റ്സ്, ഓറൽ കൺട്രാസെപ്റ്റീവ്, ഇൻട്രായൂട്രൈൻ, അതിൽ തന്നെ ഇൻസെർട്ട് IUD, കോപ്പർ IUD, ഹോർമോണൽ. പിന്നെ എന്താ നമ്മൾ പറഞ്ഞ ബാരിയർ മെത്തേഡിൽ മെയിൽ കോണ്ടം, ഫെമിഡം, ഫീമെയിൽ മീൻസ് വാജൈനൽ ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ്, വോൾട്ട് ക്യാപ്പ്, സ്പെർമിസൈഡ്സ്. പിന്നെ നമ്മൾ പറഞ്ഞു എന്ത് നാച്ചുറൽ മെത്തേഡ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് അവർ ചാപ്റ്റർ റീപ്രൊഡക്ഷൻ ഓർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഓക്കെ, hope all you can understand this chapter. Very simple chapter it is. Okay, thank you.